നേരത്തെ പറഞ്ഞിരുന്നു ചാണ്ടി ഉമ്മനായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. KPCCയെ ചാണ്ടി ഉമ്മൻ നയിക്കട്ടെ എന്നാണ് ഫ്ലെക്സിലെ വാചകം. MLA ഹോസ്റ്റലിന് മുന്നിലാണ് ഫ്ലെക്സ്. അരുൺ ഗോപി ഒരുങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. അരുൺ ഗോപി, ആരായിരിക്കും ഇതിന് പിന്നിൽ? കാരണം ഈ ഗ്രൂപ്പ് തിരിഞ്ഞൊക്കെ ഒരു അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഉമ്മൻചാണ്ടിക്ക് പറ്റിയത് തന്നെ ചാണ്ടി ഉമ്മനും സംഭവിച്ചു എന്ന തരത്തിൽ ഒരു സഹതാപവും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊന്നും പ്രകടനം പാടില്ല എന്ന് ഇന്ന് രാവിലെ കൂടി ചാണ്ടി ഉമ്മൻ പറയുകയും ചെയ്തതാണല്ലേ? അതേ മോദി, ഇപ്പോൾ നിലവിൽ KPCC പ്രസിഡന്റ് സ്ഥാനം ആർക്കായിരിക്കുമെന്ന ചർച്ച തുടരുന്നതിനിടെയാണ് തലസ്ഥാനത്ത് MLA ഹോസ്റ്റലിന് മുൻപിൽ ചാണ്ടി ഉമ്മന് വേണ്ടി ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷമായിരിക്കുന്നത്. KPCCയെ ഇനി ചാണ്ടി ഉമ്മൻ നയിക്കട്ടെ എന്നാണ് ഫ്ലെക്സ് ബോർഡ്. തിരുവനന്തപുരം കോൺഗ്രസ് എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഏതായാലും VDS സർക്കാർ മന്ത്രിസഭയിൽ ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുമെന്ന് നേരത്തെ അഭ്യൂഹം പടർന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം മന്ത്രിസഭയിൽ ചാണ്ടി ഉമ്മന് ഇടം പിടിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ആ പരിഭവം പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മനും അമ്മ മറിയ ഉമ്മനും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ വീട്ടിലെത്തി തങ്ങളുടെ പരിഭവം പറഞ്ഞിരുന്നു. അന്ന് ചാണ്ടി ഉമ്മൻ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിക്കും. തനിക്ക് കേരളത്തിൽ താനൊരു മകനാണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അത്തരത്തിലുള്ള ഒരു വൈകാരിക പ്രകടനം അന്ന് ചാണ്ടി ഉമ്മൻ നയിച്ചിരുന്നു. ഏതായാലും മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ഭാഗത്തുനിന്നോ വന്നിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ MLA ഹോസ്റ്റലിന് മുമ്പിൽ ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മോദി, ശരി. അരുൺ ഗോപിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. MLA ഹോസ്റ്റലിന് മുന്നിലാണ് ഈ ഫ്ലെക്സ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ ആര് എന്നത് വ്യക്തമല്ല. ആര് തന്നെയായാലും ഇത്തരം പ്രകടനങ്ങൾ പാടില്ല എന്നത് ചാണ്ടി ഉമ്മൻ പറയുകയും ചെയ്തിരുന്നു. ഒരു സ്ഥാനം കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കിട്ടാതിരുന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും പോയി തൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന തരത്തിലാണ് അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. അരുൺ ഗോപിക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ജെയിനിസ് രാജു കൂടി നമുക്കൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും ചേരുന്നു. കാരണം പുതുപ്പള്ളിയിലേക്ക് എത്തുന്ന ചാണ്ടി ഉമ്മനെ സ്വീകരിക്കാൻ അവിടെ പ്രവർത്തകർ വലിയ തയ്യാറെടുപ്പൊക്കെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജെയിൻ, ഗുഡ് മോർണിംഗ്. പുതുപ്പള്ളി കാത്തിരിക്കുകയാണോ സ്വീകരിക്കാൻ ചാണ്ടി ഉമ്മനെ? തീർച്ചയായിട്ടും മോത്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയുടെ മുന്നിലാണ്. അവിടെ ഏതാണ്ട് 100-ലധികം പ്രവർത്തകർ സംഘടിച്ച് ചാണ്ടി ഉമ്മനായി കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ആ സമയത്ത് ഒരു സ്വീകരണം നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനപ്പുറം ഇതൊരു ശക്തി പ്രകടനം കൂടിയായി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ സ്വീകരണ പരിപാടിയുടെ ലക്ഷ്യം? അല്ല, ശരിക്കും കേരളത്തിലെ മുഴുവൻ പൊതുജനങ്ങൾക്കും വളരെ വലിയൊരു നിരാശയുണ്ട്. കാരണം ആദ്യം മുതലേ ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ പരിഗണിച്ചിട്ട് അവസാന ലാപ്പിൽ മന്ത്രിസഭയിൽ നിന്നും പോകുമ്പോൾ അറിയാമല്ലോ, മൊത്തത്തിൽ ഉമ്മൻചാണ്ടി സാറിനോട് ഉള്ള ആ ഒരു പ്രതിബദ്ധത വെച്ച് എങ്കിലും ഒരു ചാണ്ടിയെ മന്ത്രിസ്ഥാനത്തിന് പരിഗണിക്കാത്തത് കൂടി ഈ സ്വീകരണ പരിപാടിയുടെ വികാരമാണ്. അല്ല, അങ്ങനെയല്ല. ഇന്ന് തടിച്ചുകൂടിയ ജനങ്ങൾ ഇവിടെ എപ്പോഴും ചാണ്ടി ഉമ്മന് സ്വീകരണം കൊടുക്കുകയും മറ്റു പരിപാടികളൊക്കെ നടക്കുകയും ചെയ്യും. ഇന്ന് അതൊരു ചാണ്ടി ഉമ്മന് കൊടുക്കാത്തതിൽ മനസ്സിൽ എല്ലാവർക്കും, പക്ഷേ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് ഒരുമിച്ച് നിൽക്കുകയും അത് ചാണ്ടി ഉമ്മനെ മന്ത്രിയായി പരിഗണിക്കാമായിരുന്നു അല്ലേ? മന്ത്രിയായി തീർച്ചയായും. കാരണം ഇത് കോട്ടയത്തിന് നഷ്ടമാണ്. കോട്ടയത്തിന് കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി, KC ജോസഫ്, KM മാണി എല്ലാവരും, തിരുവഞ്ചൂരാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ്. അന്നേരം കോട്ടയത്തിന് ഈ പ്രാവശ്യം സ്പീക്കറിൽ മാത്രം കോൺഗ്രസ് ഒതുങ്ങേണ്ടി വന്നു, പിന്നെ മോഹൻ ജോസഫേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ചാണ്ടി ഉമ്മനെ പരിഗണിക്കാനും അർഹനാണ്. ബാക്കി ആയവരോടൊന്നും നമുക്ക് എതിർപ്പില്ല. KPCയുടെയും പാർട്ടിയുടെയും തീരുമാനത്തിനൊപ്പമാണ് നമ്മൾ. പക്ഷേ ചാണ്ടി ഉമ്മനെ പരിഗണിക്കാനായിരുന്നു അത് എന്നുമുണ്ട്. എന്താണ് ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കണമായിരുന്നോ? ചാണ്ടി ഉമ്മനെ വേണമായിരുന്നു മോനെ. ഞങ്ങൾക്ക് അതിലുള്ള വിഷമേ ഉള്ളൂ. എൻ്റെ ചാണ്ടിമ്മ മന്ത്രിയാകാത്തതിലുള്ള വിഷമേ ഉള്ളൂ ഞങ്ങൾക്ക്, പുതുപ്പള്ളിക്കാർക്ക് എല്ലാവർക്കും. ഞങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന മോനെ. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് ഉള്ളൂ. KPCC പ്രസിഡന്റ് ആക്കിയാൽ മതിയോ മന്ത്രി? അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കിട്ടണമല്ലോ. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരുന്നതാണ് ചാണ്ടി ഉമ്മന് വേണ്ടിയിട്ട്. നമുക്ക് വലിയ പ്രതിഷേധമുണ്ടോ? പ്രതിഷേധമുണ്ട്. എന്താ ഇവിടുത്തെ പരിപാടി എങ്ങനെയാ? എന്താ പരിപാടി? ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ MLA ഇവിടെ എത്തിച്ചേർന്നാൽ ഇവിടെ നിന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിന് മുൻപായി
മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം കൂടി അദ്ദേഹത്തിന് ആശീർവാദം നൽകി ഇവിടെ നിന്ന് അദ്ദേഹത്തെ മാലയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് ഞങ്ങളുടെ എല്ലാം ബഹുമാന്യനായ നേതാവ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തെങ്കിലും പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം പറ്റാവുന്നിടത്തോളം പേര് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവിടെ പങ്കെടുക്കും. പക്ഷേ ഇപ്പോൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരെയും അവിടെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തതിനാൽ അവരെല്ലാം ആ സന്തോഷവും ആവേശവും പങ്കിട്ട് പുതുപ്പള്ളി നിയോജക മണ്ഡലം ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനോടൊപ്പം ഉണ്ട് എന്ന് അറിയിക്കുന്നതിനായിട്ടാണ് ഇന്നിവിടെ മുഴുവൻ പേരും എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഒരു മന്ത്രിയായി പരിഗണിക്കണമായിരുന്നു എന്നുള്ളതാണ് ആളുകളുടെ ഒക്കെ. അതെപ്പോഴും ഞങ്ങൾ ഈ മണ്ഡലക്കാർ എന്നുള്ള നിലയ്ക്ക് മണ്ണിന്റെ മക്കൾ വാദമല്ല, അദ്ദേഹം അതിന് അർഹനാണ്, അദ്ദേഹത്തിനെ അതിനെ പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങൾക്കുണ്ട്. രാജുവും അരുൺ ഗോപിയുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പുതുപ്പള്ളിക്കാരൊക്കെ കാത്തിരിക്കുകയാണ് അഭിവാദ്യം അർപ്പിച്ച് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തിരുവനന്തപുരത്തേക്ക് യാത്രയാക്കുകയാണ് ലക്ഷ്യം. കഴിയുന്നവരൊക്കെ കൂടെ പോകും, പക്ഷെ അല്ലാത്തവർക്ക് കൂടെ പോകാൻ കഴിയില്ലെങ്കിലും പിന്തുണ അറിയിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ തടിച്ചുകൂടിയ ജനാവലി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്.